അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് വിശേഷങ്ങളായിട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ന് പെരുമ്പാവൂർ വരെയും പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യമായിട്ട് പോകണത് കേട്ടോ. അപ്പം ഒരിത് നോമ്പറക്കുന്ന സമയമൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പോകണത് കേട്ടോ. പിന്നെ നമ്മൾ ഇച്ചിരി വഴിയൊക്കെയാണ് വന്നത്. അപ്പം നമ്മളിതാ പെരുമ്പാവൂർക്ക് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ പോയി വരുമ്പോൾ ഞാൻ പൊട്ടുവിളരി മേടിച്ചു കേട്ടോ. പൊട്ടുവിളരി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും പറയണ പേരല്ലേ. നമ്മളിവിടെയൊക്കെ പൊട്ടുവിളരി നട്ട ചിലർ വെള്ളരിക്ക എന്നൊക്കെ പറയും, എന്താ കലക്ക് വെള്ളരി അങ്ങനെയൊക്കെ പറയണേക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ പൊട്ടുവിളരി എന്നാട്ടോ പറയാം. അപ്പോൾ ഇങ്ങനെ കടകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ കടകളിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവില്ലേ, കവറിലും അല്ലാതെയൊക്കെ. പൊട്ടിയതാണ് കവറിലൊക്കെ വെക്കണേ. അപ്പോൾ നമ്മളത് പറഞ്ഞ് വാങ്ങിച്ചു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ഉമ്മാക്കൊക്കെ. അപ്പോൾ നമ്മളത് പറഞ്ഞ് വാങ്ങിച്ചു. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ അത് കലക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച് പിന്നെ അതാ വീട്ടിലേക്ക് പോരാ കേട്ടോ. ഇതിപ്പോൾ പെരുമ്പാവൂരാണ്. അതാ നമ്മൾ പൊട്ടുവിളരി കലക്കാട്ടോ. അപ്പോൾ ഞാൻ പകുതിയാണ് എടുത്തുള്ളൂ. പിന്നെ നമ്മൾ പകുതി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ കുരു ഉണ്ടല്ലോ, കുരു ഒരു പുളിപ്പുണ്ടാവും. ആ പുളിപ്പുള്ളത് നമ്മൾ ഇടൂലല്ലോ. കടകളിലൊക്കെ അത് കുരിയപ്പാടിയൊക്കെ ഇട്ട് കലക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കുരു മാറ്റും കേട്ടോ. കുരു മാറ്റിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ എടുക്കുക കേട്ടോ. അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കലക്കി റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയണതെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മളത് കിഴക്കാണ്. നോമ്പ് തുറക്കൊക്കെ പറ്റിയതാട്ടോ. നമ്മളുടെ ഈ ചൂട് സമയത്തൊക്കെ നമ്മളുടെ വയറിനും ശരീരത്തിനൊക്കെ വളരെയധികം നല്ലതാട്ടോ. ചൂടിന് നല്ല കുറവുള്ള നല്ലൊരു ആശ്വാസമാണ് ഈ പൊട്ടുവിളരി കേട്ടോ. അതുപോലെ കൂവപ്പൊടി ഇതൊക്കെ വളരെയധികം നല്ലതാട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ റെഡിയാക്കി അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞങ്ങൾ ചേർക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയെടുക്കുക കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ തേങ്ങ ചിരണ്ടിയിടും കേട്ടോ. തേങ്ങ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെയാണ് കലക്കിയെടുക്കണത് കേട്ടോ. ഇപ്പം ഞാനിത് ശരിക്കും ഉടച്ചെടുക്കണം. ഇത് ശരിക്കും ഇങ്ങനെ ഉടക്കണം. ഇത് ഉടക്കും തോറും ഇങ്ങനെ വെള്ളം ആവും കേട്ടോ. ഇപ്പം ഞാൻ കട്ട പോലെ ഇരിക്കലായിരുന്നു. ഇനി ഇത് ഉടച്ച് വരും തോറും ഇത് വെള്ളം വരും കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ട. കാരണം കുറച്ച് നേരം ഇരിക്കാനുണ്ട്. ഇരിക്കുമ്പോഴേക്കും നമുക്കിതിൽ അത്യാവശ്യം വെള്ളം വരും കേട്ടോ. പിന്നെ അത് ആ തേങ്ങയ്ക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തിട്ടും നല്ലവണ്ണം ഇത് നല്ലവണ്ണം ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടയൂലല്ലോ. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ശരിക്കും വീണ്ടും ഉടച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ച് വരാം കേട്ടോ. ഉടച്ച് വരുമ്പോൾ തന്നെ അതിലിങ്ങനെ വെള്ളം വരും. എന്നിട്ട് നമ്മൾ ഐസ് നല്ലോണം ഇടണം. നമുക്ക് ഈ പറയും പോലെ പിള്ളേർക്കൊക്കെ ആ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല തണുപ്പ് വേണം. തണുപ്പ് കുടിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ എന്നാലും നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തണുത്തതിനോടാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കുന്നതിന് പകരം ഒരു ഐസ് കട്ട ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള തണുപ്പുമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യമേ തന്നെ ഇത് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എണ്ണപ്പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ നമുക്കത് എപ്പോഴും പറ്റില്ലല്ലോ. എല്ലാ ദിവസവും വേണ്ട, മാറ്റി നിർത്താൻ പറ്റുന്ന ദിവസങ്ങളിൽ മാറ്റി നിർത്താമെന്ന് ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടോ. കുറച്ച് മതിയല്ലോ. അപ്പോൾ അതുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വറവരിയൊന്നും വേണ്ട, ചെറുകടിയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ തണ്ണിമത്തൻ പൊട്ടുവെള്ളരി ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പോയി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന് ഈ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ എണ്ണപ്പലഹാരം അങ്ങനെ അതിൽ നിന്ന് ഒഴിവാക്കി. പിള്ളേർക്കും കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്കും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അവർക്ക് ഇങ്ങനെ ബിരിയാണിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനതിന് കുറച്ച് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. കോൺഫ്ലവർ പൊടി, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് എനിക്ക് ഒത്തിരി സമയം വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്പീഡിലാണ് ഇപ്പോൾ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് തിരുമ്മി മാറ്റി വെച്ചിട്ട് പിന്നെ അപ്പം തന്നെ ഞാൻ ഫ്രൈ ആക്കാൻ ഇട്ടു കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മളിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല അത് മസാല പിടിച്ച് കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റാനായിട്ട് ഒട്ടും സമയം ഉണ്ടായില്ല. അപ്പം ഞാൻ ധൃതി പിടിച്ച് ചെയ്യണ എൻ്റേതായ ഉള്ളത് ഒരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. കുറച്ചുള്ളൂ, ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കവും സവാളയും അങ്ങനെയൊക്കെ ചേരുമ്പോൾ തന്നെ അത്യാവശ്യം ഗ്രേവി കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ജിബ്രൂട്ടനെ ഇവിടെ പുറത്തുകൊണ്ടെന്ന് വെച്ചേക്കണം. എന്താണെന്നോ, ഇക്കാക്ക അവിടെ കാറ് കഴുകുന്നുണ്ട്. കാറ് കഴുകുന്നത് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ കൂട്ടിലിട്ടില്ല എങ്കിൽ പുള്ളി അങ്ങോട്ട് ഓടിക്കളയും, റോഡാണ്, അങ്ങോട്ടൊക്കെ ഓടിക്കളയും. അത് കാരണം പിന്നെ കൂട്ടിലിട്ടിട്ട് അവിടെ ഇരുന്ന് കാണിട്ട് വെള്ളമൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളം ചീറ്റണതും വെള്ളം വീഴുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ജിബ്രൂന് കേട്ടോ. അപ്പോൾ ജിബ്രൂനെ അങ്ങനെ പുറത്തിറക്കി നിർത്തിയേക്കണെയാണ്. ജിബ്രൂഡിനെ രാവിലെ കുളിപ്പിച്ചതാട്ടോ. ഇക്കാക്കായാണ് ഇന്ന് കുളിപ്പിച്ചത്. ഒരു ദിവസം കാണിക്കാം കേട്ടോ. ജിബ്രൂനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തതാണ്. ജിബ്രൂൻ്റെ മേലൊക്കെ ഉണങ്ങി. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞങ്ങൾ മിക്ക ദിവസവും കുളിപ്പിക്കും കേട്ടോ. ഒന്നരാടെങ്കിലും കുളിപ്പിക്കും. ചിലപ്പോൾ ഡെയിലി കുളിപ്പിക്കും. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഭയങ്കര ചൂടൊക്കെ ആകുമ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും കുളിപ്പിക്കണം. ഒന്ന് കുളിപ്പിച്ചൊന്ന് തുണിയിലൊന്ന് പൊതിഞ്ഞാൽ മതി. പിന്നെ അവനെ വിട്ടാൽ അപ്പം തന്നെ ഉണങ്ങും കേട്ടോ. നല്ല പെട്ടെന്ന് ഭയങ്കര ചൂടല്ലേ, പെട്ടെന്ന് ഉണങ്ങും. അത് കാരണം അപ്പോൾ ഇതാ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള അരി ബസ്മതി റൈസ് നമുക്ക് ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരടുപ്പിലേക്ക് നമ്മൾ ചിക്കനും വറുക്കാനായിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു കളറും നല്ല കാശ്മീരി മുളക് കൂടി ഇടണം കേട്ടോ. നല്ല കളറൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഇട്ട് ഞാൻ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റടുപ്പിൽ ചോറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചില്ലി ചിക്കൻ ആക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കേട്ടോ അരിഞ്ഞിടണേ. വെളുത്തുള്ളി അരിഞ്ഞ് ആദ്യം ഇടണം കേട്ടോ. എന്നാലാണ് നമ്മളുടെ അതിനൊരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മസാല എന്ന് പറഞ്ഞത് നമ്മൾ പട്ട ഗ്രാമ്പുമൊക്കെ അതിലേക്ക് തന്നെ നേരിട്ടിടലാണല്ലോ. അപ്പോൾ പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതുണ്ടാക്കുക. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കേട്ടോ ഈ മസാലയൊക്കെ നമ്മൾ ഇങ്ങനെ ഇടാണ്. പിന്നെ വേറെ മസാലയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കില്ലല്ലോ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയപ്പോൾ അതിലേക്ക് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവരും വെക്കുന്ന ഒരേ രീതിയിലാണോന്നൊന്നും അറിയില്ല. ഞാൻ ഈ രീതിയിലാണ് വെക്കാറ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇച്ചിരി തിരക്കും കൂടി ആയതുകൊണ്ട് ഇച്ചിരി സ്പീഡായിരുന്നുള്ളൂ. പിന്നെ സവാള അരിയണേനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കും. സവാള ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വാടിയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ.
പിന്നെ പച്ചമുളകും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടായിട്ട് ഞാൻ പച്ചമുളകാണ് ഇതിൽ വേണ്ടത്. പിന്നെ കുരുമുളക് പൊടിയാണല്ലോ, ലാസ്റ്റാണ് കുരുമുളക് പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ കടിയുടെ ആവശ്യമില്ലല്ലോ, അതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ആക്കിയത്. ഏറ്റവും എളുപ്പം ഇതൊക്കെ തന്നെയാണ്. ഇതപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തേ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വറപരിയുടെ എണ്ണയൊന്നും അകത്ത് പോവുകയില്ല, നമുക്ക് ഒറ്റ ചിലവിൽ കാര്യം കഴിയുകയും ചെയ്യും. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ അത് വാടി വരുമ്പോൾ കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഒഴിച്ചു അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കും കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ പെറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ ഫ്രൈ ആക്കാൻ നേരത്ത് അതിലേക്ക് ഇച്ചിരി കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇടും കേട്ടോ. പിന്നെ ഈ സമയത്ത് ഇച്ചിരി പഞ്ചസാര അതിലിട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര അത് ഇതിന് നിർബന്ധം കേട്ടോ, അതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസിന് നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ കോൺഫ്ലവർ പൊടിയൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അന്നേരം നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണ് കേട്ടോ. പിന്നെ നമുക്ക് സോസ് വേണം, അതുപോലെ തന്നെ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി നല്ലോണം വേണം കേട്ടോ, എങ്കിലാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ എല്ലാത്തിനും കുരുമുളക് പൊടി വേണം കേട്ടോ. എനിക്ക് എല്ലാത്തിനും കുരുമുളക് പൊടി ഇടണം, കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും എല്ലാത്തിനും. അത് കാരണം പെട്ടെന്ന് തീരുന്നൊരു സാധനമാണ് ഈ കുരുമുളക്. അതുപോലെ മല്ലിയില പുതിനയിലേക്ക് ലാസ്റ്റ് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ സമയമില്ലാത്ത കാരണം ഞാൻ വേഗം ഇങ്ങനെ അതിലേക്ക് തന്നെ അങ്ങോട്ട് ഇടാൻ കേട്ടോ. ഇതിന് ഇതാകുമ്പോൾ വേഗം അങ്ങോട്ട് മാറ്റി വെക്കാമല്ലോ, കഴുകിയെടുക്കുക, അത് അങ്ങോട്ട് അതിലേക്ക് തന്നെ ഇടാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിന് നമ്മൾ ഒരുപാട് പച്ചക്കറികളൊന്നും നമ്മളുടെ കയ്യിലില്ലെങ്കിലും ഉള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് സവാള അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ഫ്രൈഡ് റൈസ് തട്ടിക്കൂട്ടാണ്. അപ്പോൾ അതിലേക്ക് 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ചിക്കൻ അതിലുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് കേട്ടോ, കുറച്ച് ഉപ്പും. നമ്മൾ ചോറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടേക്കണോണ്ട് അത് ഒരുപാട് ഉപ്പ് വേണ്ടല്ലോ, ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് കഴിയും, ഇത് സിമ്പിളാണ്, അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല, എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെ ഒരു സാധനം തന്നെയാണല്ലേ. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആയതുകൊണ്ട് മിക്കവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രൈഡ് റൈസ്. ഈ സമയത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മളത് ശരിക്കും ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഉടയ്ക്കരുത്, ഇതിങ്ങനെ ഉടയാണ്ട് ഇങ്ങനെ ചെത്തി എടുക്കുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഇത് സോയാ സോസാണ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലാണ് ആ ചോറിലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ 3/4 ഭാഗം വേവാണ് ആയിട്ടുള്ളൂ, എങ്കിലും ഇനി ഇതിലിരുന്നൊരു വേവ് വേവാനുണ്ട്, എങ്കിലും ഇങ്ങനെ ഉടഞ്ഞൊന്നും പോവാണ്ട് നമ്മൾ എടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. ആ സമയത്ത് ഇന്ന് നമ്മൾ സാധാ ചായയാണ് കേട്ടോ ഇട്ടത്. ഇന്ന് പാൽ ചായ കുടിക്കാൻ ഭയങ്കര കൊതി. പാൽ ചായ നമ്മൾ കുടിക്കാറുണ്ട്, പക്ഷേ നോമ്പെടുക്കുന്ന സമയത്ത് കുടിക്കാറില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുടിക്കൽ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ചോറൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. തണ്ണിമത്തേൻ, പിന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കച്ചമ്പറും ഇല്ലേ, കച്ചമ്പർ സലാഡ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് പോയപ്പോൾ ഒരു ദിവസം കഴിച്ചപ്പോൾ അങ്ങനെ കഴിച്ചായിരുന്നു. അത് കാരണം നിസാമോള് കുറച്ച് കച്ചമ്പറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതാ ഫ്രൈഡ് റൈസും ഒക്കെ നമ്മൾ കുറച്ചുണ്ടാക്കിയുള്ളൂ. ഒരു നേരത്തേക്ക് മതിയല്ലോ എന്ന് ഓർത്ത് കുറച്ചേ ഉണ്ടാകുള്ളൂ കേട്ടോ. പിന്നെ അതാ നോമ്പുറന്നു ഈന്തപ്പഴമൊക്കെ വെച്ച് നമ്മൾ നോമ്പുറക്കാണ്. നമ്മുടെ പൊട്ടുവെള്ളരി ഉണ്ട് ഇവിടെ, നല്ല തണുപ്പോടുകൂടി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ നോമ്പുകളൊക്കെ ഇങ്ങനെ പെട്ടപ്പെടാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്ര പെട്ടെന്നാണല്ലേ, 6ഉം 7ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പുകൾ പോവാണ്. ഇപ്പം തന്നെ 17-ാം രാവാവും, 27-ാം രാവാവും, പെരുന്നാളാവും. നോമ്പ് അങ്ങനെയാണല്ലോ, നോമ്പ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേഗം പോകാൻ നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി ഇബാദത്തൊക്കെ ചെയ്താൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. പെട്ടെന്ന് നോമ്പ് പോകാൻ നോക്കുക. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സമയമൊക്കെ പെട്ടെന്നാണ് പോണത്. അതുപോലെ തന്നെയാണ് അതിലും സ്പീഡിലാണ് നോമ്പ് പോവാട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കൂട്ടി നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടാൽ. പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ അത്. അങ്ങനെ അൽഹംദുലില്ലാ അതൊക്കെ കൂട്ടി കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായില്ലേ. അപ്പോൾ സോപ്പിന് നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് നമ്മളിതിൻ്റെ ഇടയിൽ കൂടി സെയിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട്, നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ടുള്ള സോപ്പ് വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അലോവേര, കറ്റാർവാഴ, ബീട്രൂട്ട് സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സോപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് സോപ്പാണ് കേട്ടോ. ബീട്രൂട്ട് സോപ്പും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ.